പ്രതികളിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചു എന്നൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നു. പ്രതികളിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. പ്രതികളിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ലിഷോയുണ്ട്. ലിഷോയ് കേൾക്കാമെങ്കിൽ എന്താണ് സംഭവിച്ചത്? നിർണായകമായ മറ്റു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കവർച്ച രക്ഷപ്പെടുന്നതിനിടയിൽ പോലീസിൽ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുകയും അവർ പിന്നീട് പോലീസിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. അവിടെ രക്ഷപ്പെടാനായി ശ്രമിക്കുകയും ചെയ്തു. അതിനോട് തുടർന്ന് പോലീസ് ഇവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. അതിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 7 അംഗ സംഘമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു. 6 പേരാണ് ആകെ പിന്നീട് ഇപ്പോൾ പിടിയിലായിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഒരാൾ വെടിയേറ്റ് മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന തമിഴ്നാട് പോലീസ് ഒരു വാർത്തയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. നമ്മൾ സാധാരണ മറ്റിടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഏറ്റുമുട്ടലും അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കൊലപാതകങ്ങളും ഒക്കെ. പക്ഷേ കേരളത്തിൽ നടന്ന മോഷണ പരമ്പര, ആ പരമ്പരയിൽ ഉൾപ്പെട്ട ഒരാൾ തമിഴ്നാട്ടിൽ പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് അതിപ്രധാനമായ, സാധാരണ കേട്ടുകേൾവിയില്ലാത്തൊരു വിവരമാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. രാവിലെ തൃശ്ശൂരിൽ 3 നടന്ന മോഷണങ്ങൾ, അതിന് പിന്നാലെ നടത്തിയ അന്വേഷണം, അതിനുശേഷം അവരെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുമ്പോൾ പോലീസ് നേരെ വെടിയുതിർത്തു എന്നതാണ് ലിഷോയ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലിഷോയ്, ഇക്കാര്യം കേരള പോലീസും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇവരെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട് ഈ ഏറ്റുമുട്ടലടക്കം നടന്നു എന്നുൾപ്പെടെ എന്തൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട്? ഈ ദൃശ്യങ്ങളിലും അതിന്റെ ഒരു അന്തരീക്ഷം നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. തീർച്ചയായും, അതായത് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കേരള പോലീസിന് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല എന്നാണ് പറയുന്നത്. അതായത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊന്നും തന്നെ കേരള പോലീസിന് കൃത്യമായ വിവരം ലഭ്യമായിട്ടില്ല എന്നാണ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതേസമയം തന്നെ തമിഴ്നാട് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് ഇത്തരത്തിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചു എന്നുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ സംഘത്തിൽ നിന്ന് ഈ വാഹനം ഇടിച്ച ശേഷം ഇവർ മുന്നോട്ട് പോകാനായി ശ്രമിക്കുകയും വലിയ തോതിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. അതേ തുടർന്നാണ് പിന്നീട് ഈ പോലീസിന് ഇതിൽ വെടിയുതിർക്കേണ്ട ഒരു സ്ഥിതി പോലും ഉണ്ടാകുന്നത്. ഈ സംഘാംഗങ്ങൾ ഇറങ്ങി ഓടുന്നതിനിടയിലാണ് ഒരാൾക്ക് നേരെ വെടിയുതിർത്തത്. ഇയാൾ വെടിയേറ്റ് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരെല്ലാം തന്നെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. വളരെ അതായത് സിനിമകളിൽ മാത്രം കാണുന്ന രീതിക്കുള്ള തരത്തിലുള്ള മോഷണം, അത്രത്തോളം പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു മോഷണം, ആ മോഷണം നടന്ന് വളരെ കുറച്ച് സമയത്തിനകം തന്നെ പോലീസ് ഇവരെ തേടി പിടിക്കുന്നു. ഇവരുമായുള്ള നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്നു. ഈ പിടിയിലായവരെല്ലാം തന്നെ ഹരിയാന, രാജസ്ഥാൻ സ്വദേശികളാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. അതായത് ഈ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഈ സംഘം കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ സമാനമായ രീതിയിൽ വളരെ ആസൂത്രണം ചെയ്തുകൊണ്ട് നടപ്പാക്കിയ ഒരു മോഷണം, ആ മോഷണത്തിന് ശേഷം ഇവിടെ നിന്ന് കൃത്യമായി ആസൂത്രണം ചെയ്തുള്ള രക്ഷപ്പെടൽ, ആ രക്ഷപ്പെടലിലാണ് വലിയൊരു അപകടമുണ്ടായിരുന്നു. വലിയൊരു കൊള്ള സംഘമാണ് ഇത്. സാധാരണ നാട്ടിൻപുറത്തെ മോഷണ സംഘങ്ങൾ ഒന്നുമല്ല, ഒരു വലിയ കൊള്ള സംഘമാണിത് എന്ന് വ്യക്തമാകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഘത്തിൽ 7 പേരുണ്ടായിരുന്നു. പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി തമിഴ്നാട്ടിൽ നാമക്കലിൽ വെച്ച് ഒരാളെ പോലീസ് വെടിവെച്ച് കൊന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവർ രാജസ്ഥാൻ, ഹരിയാന മേഖലയിൽ നിന്നുള്ള ആളുകളാണ്. അവിടെ നിന്നെത്തിയ മോഷണത്തിനായി എത്തിയ പ്രൊഫഷണൽ സംഘമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. രാവിലെ കേരളത്തെയാകെ നടുക്കിയ രാവിലെ കേരളത്തെയാകെ നടുക്കിയ ATM കവർച്ചാ പരമ്പര, തൃശ്ശൂരിലെ ആ കവർച്ചാ പരമ്പരയ്ക്ക് പിന്നാലെ നടത്തിയ അന്വേഷണം, അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ പ്രതികൾ തമിഴ്നാട്ടിൽ നിന്ന് പിടിയിലായത്. ഒരാളെ പോലീസ് വെടിവെച്ച് കൊന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.